മുത്താളം മുടിതാളം കളിയാടും നാടേ നിൻ തുഞ്ചത്ത് മുത്തോളം മുകിലോളം മലയാളം പാടും നിൻ തീരത്ത് പൂപ്പൊലിപ്പാട്ടീണം മൈലാഞ്ചി പാട്ടിനഴകൊടു കൂട്ടുകൂടും നേരം നല്ലോണം നമ്മൾ കോണം മിന്നൽ പൂരം തുടിതാളം മഴയുടെ മേളം നീണ്ടു നിൽക്കും നറവനതാളം പരിചകളുടെ വേരുളി മേളം നെഞ്ചിനു താളം നിലവിനു മേളം ഇടക്കളിക്കുമിടയിലും ഏഭ്യൻ ആന മെരുകു വിചാരിച്ച് ആരെങ്കിലും തൊഴുത്ത് കെട്ടാറുണ്ടോ? ചാപ്പന്മാര്. അല്ല, എന്ത് പറ്റിയ തിരുമേനി? എന്റെ പൊതുവാളെ ഈ കുട്ടിശങ്കര കാരണം മാനം കൂടി പോയി, അത്രയല്ലേ പറയണ്ടുള്ളൂ. എന്താണോ എന്താണ്ടായി കുട്ടിശങ്കര? ആ കിഴക്കേ പാട്ടപ്പുറത്തിലേ അതാ ഊഴാക്കർക്കം ഞാനായിട്ടാ കച്ചവടം ഉണ്ടാക്കിയത്. പണായിട്ടേ ആ കോട്ടിൽ കയറി വന്ന നേരത്താ ആ തെണ്ടികൾ കയറി വന്ന. ഞാൻ അറിഞ്ഞോ ആ പേള ആ നേരത്തെ കയറി വരുന്നത്? ആര് വന്നു? ആരുടെ കാര്യം നിങ്ങൾ ഈ പറയണം? ആ മഹാദേവ് പൂക്കളെ തമ്പരാട്ട പഴയ സംബന്ധം അതൊക്കെ പറയണോ? ഉണ്ട്. പശുവും ചത്തോ, മോരിലെ പുളിയും പോയി. എന്നിട്ട് മാശേരിക്ക് ഉറുറുപ്പ. പണ്ട് മാധവിനെ വിളിച്ചിട്ട് തേൻ വരിക്കാന്നാ. പക്ഷെ മുള്ളുണ്ടാവും ട്ടാ തിരുമേനിയെ, ഇഷ്ടോളോ. മാധവിയെ കുറിച്ചൊക്കെ എനിക്കറിയാം. അവളുടെ ചൂടും ചൂടയൊക്കെ അറിഞ്ഞു പറഞ്ഞോളെ ഞാൻ. എനിക്കതല്ല പ്രശ്നം. ആ പുത്തൻ പണിക്കാരുടെ മുമ്പിൽ ഞാൻ ഒന്നുമില്ലാണ്ടായി പോയി. അതാ എന്റെ സങ്കടം. നാളെ നേരെ സമ്മതം വെക്കുമ്പോഴേ ഇതൊക്കെ ആലോചിക്കാന്ന് സംഭവനാ. താങ്കളുടെ സമ്മതം എടുത്തേ. സംബന്ധം ഇല്ലെങ്കിലും എന്താ മറ്റാത്തിനൊക്കെ വളരെ തിരുവനന്തപുരത്ത് എടുക്കുന്നേ. കോരി കുടിക്കാനാവുന്നില്ലേ, കഴിഞ്ഞില്ലേ കഥ. ആ കാര്യത്തിലൊക്കെ തിരുമേനി കുറ്റപ്പെടുത്തണ്ട. നമ്മുടെ വെടി സമയത്തും തിരുമേനിക്ക് ഈ ആഗ്രഹം ഉണ്ടായിരുന്നു. കിണറ്റിൻ്റെതൊക്കെയൊന്നും തിരുമേനി വരാറില്ലെന്നേ. ഞാൻ നിർബന്ധിച്ച് വെള്ളം കൊണ്ട് കുടിക്കണം. വലിയ ദാഹം വരുമ്പോൾ നമ്മുടെ തൊണ്ട നനയ്ക്കാൻ ഇച്ചിരി വെള്ളം, അത്രയൊക്കെയല്ലേ ഈ പ്രായത്തിൽ നമുക്ക് ആഗ്രഹിക്കാൻ പറ്റുള്ളൂ പൊതുവാളെ. തിരുമേനിക്ക് ഇപ്പൊ വെള്ളം തരാൻ ഒരാളുണ്ട്. എന്റെ കാര്യത്തിന് കഷ്ടാണേ. പൊതുവാളിന്റെ ഭാര്യ ഭരിച്ചിട്ട് കുറച്ച് വർഷങ്ങളായില്ലേ. ആത്തോടമ വന്നതിന് ശേഷം തമ്പുരാൻ ഇത്തിരി പ്രായമൊക്കെ പറഞ്ഞിട്ടുണ്ട്. എടോ, ഞങ്ങളുടെ പ്രായത്തിലും വലിയ വ്യത്യാസമൊക്കെ ഉണ്ടല്ലോ. എന്റെ രണ്ടാമത്തെ വേദിയുടെ മകളെ വെച്ച് മാറ്റക്കല്യാണം നടത്തി കിട്ടിയതാണോ ഈ ശ്രീദേവിയെ. അന്നേ ഞങ്ങൾക്ക് വലിയ പ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പൊ സംശയിക്കണ്ട, എല്ലാ കാര്യത്തിലും ഏറ്റക്കുറച്ചിലുണ്ടാവും. തമ്പുരാട്ടിന്റെ കാര്യം ആലോചിക്കുമ്പോഴാ നമുക്കൊരു വിഷമം. തമ്പുരാട്ടിയുടെ കാര്യത്തെ കുട്ടിശങ്കര വിഷമിക്കണ്ട. കുട്ടിശങ്കര കാര്യമൊക്കെ തോട്ടം മുടിയാൻ കാലത്തെ ഉച്ചപ്പം കുറച്ചൊന്ന് പറഞ്ഞാൽ മതിയല്ലോ. തമ്പുരാന്റെ ഒരു അവസ്ഥയെ. ആരൊക്കെ വരുന്നുണ്ടല്ലോ. ആര് ആര് വരുന്നു? എവിടെ? ഓണമായിട്ട് ആവിളിന്ന് ആരെങ്കിലും വരുന്നുണ്ടോ? അത് ബന്ധുക്കളൊന്നല്ല, അത് നമ്മുടെ കുഞ്ഞിരാമന്റെ മകനാണെന്ന് തോന്നുന്നു. നമ്മുടെ ചീരുവിന്റെ ചെക്കനെ. ഓ, ചീരുവിന്റെ കാര്യം പറഞ്ഞപ്പോഴാ ഓർമ്മയുണ്ടോ തമ്പുരാനൊക്കെ? ഓർമ്മയുണ്ടോന്നാ? നല്ല കാര്യമായി. അവളെ മോഹിക്കാത്തതായിട്ടുള്ള ആരെങ്കിലും ഈ കരയിലുണ്ടായിരുന്നു? അപ്പം തിരുമേനുമായിട്ട് അന്നൊക്കെ ചിറ്റം. എനിക്കും വലിയ മോഹം ഉണ്ടായിരുന്നേ. പിന്നീട് എപ്പോഴും അവൾ കുളത്തി ചാടി ചെത്തുന്ന് കേട്ടു. അന്ന് ഞാനിവിടെ ഇല്ലല്ലോ. ആ ചത്തതല്ല, കൊന്നതാ. ഇവിടെ തപ്പൻ തിരുമേനിയുടെ കൈകൊണ്ട്. അത് ഇവിടുത്തെ നാട്ടുകാർക്കൊക്കെ അറിയാം. ചീരുവിന്റെ മരണം വലിയൊരു വിപ്ലവം സൃഷ്ടിച്ചില്ലേ നമ്മുടെ നാട്ടില്. കുടിയന്മാരൊക്കെ സംഘടിച്ചു, ഭൂമി കയ്യേറി, അവകാശം സ്ഥാപിച്ചു. എന്തൊക്കെ വിപ്ലവം നമ്മുടെ നാട്ടിൽ നടന്നേ. ഒരു സാമൂഹ്യ വിപ്ലവം തന്നെയല്ലേ നടന്നത്.
അതൊന്നും ഓർക്കാൻ വയ്യ. ഓണായിട്ട് ചീരണ്ടി ചക്ക കാഴ്ചക്കൊല്ലി കൊണ്ടുവന്ന് വരും തമ്പുരാനെ. ഓ ഇശി നാളായി കാഴ്ചക്കൊലയൊക്കെ കിട്ടിയിട്ട്. ആ ഓണക്കല്ലേ, വരിക വരിക. കേറി വാടോ. ആ കേറി വരിക. ചിരുവിന്റെ ചെക്കനല്ലേ? കുഞ്ഞിരാമന്റെ മോനാ. എന്താണോ വിശേഷമൊക്കെ? കേറുവാടാ. ഓണല്ല അമ്പ്രാ, ഞാനൊന്ന് മുഖം കാണിച്ച് പോവാന്ന് കരുതി. ഓ നന്നായി. കൊറേ ഉപ്പും ചോറും തിന്നല്ലേ? ഇപ്പൊ കുറച്ച് കാശായിന്ന് വെച്ചിട്ട് നീ അധികം നകലിക്കൊന്നും വേണ്ട. കഴിഞ്ഞ പോയതൊന്നും നീ മറക്കണ്ട. അച്ഛനോട് തന്നെ അപ്പോഴേ പറഞ്ഞതാ ഇവിടെ വരണ്ടാന്ന്. രായപ്പ മിണ്ടാണ്ടിക്ക്. ഞാൻ മിണ്ടുന്നില്ല. നിനക്ക് എന്തെങ്കിലും പറയണ്ടോ കുട്ടു? നോക്കി നോക്കി തമ്പ്രാട്ടി അങ്ങോടെ നോക്കായി പടലോട്ടാണ് നോക്കായി. നോക്ക്, അതിനെന്താ കുഴപ്പം? നിങ്ങളൊരു മഴങ്ങാനായി പോയല്ലോ. ഞാനിവിടെ മൊത്തം കൂടി ചെയ്താൽ കണ്ടില്ലേ? ആദ്യമായിട്ട് നോക്കിയില്ലല്ലോ. തിരുമേനിക്ക് അറിയോ, നമ്മള് പണ്ട് കളിക്കാറുള്ള അമ്പലത്തിന്റെ തെക്കേ പുറത്തെ പറമ്പില്ലേ, അതിപ്പോ എന്റെ കയ്യിലാ. നിനക്കിപ്പോ എത്ര മക്കളാടാ? ഇവനടക്കം 5 മക്കളാ. നിനക്ക് പ്രശ്നമില്ല. ആ എല്ലാരും പേർച്ചയാലാ. ഇവക്കി മക്കളെ. അപ്പൊ നിന്റെ കയ്യില് കൊറേ കാശൊക്കെ ഉണ്ടാവൂല്ലേ? നിനക്ക് ആ മാവ് ഓർമ്മയില്ലടാ? പൊതുവാളിന് ഇതെല്ലാം ഓർമ്മ കാണുമല്ലോ. ഇവന്റെ തന്തയുടെ നിലവിളി ഇപ്പോഴും അവിടെ മുഴങ്ങുന്നുണ്ട്. അതൊക്കെ എന്തൊരു കാലമായിരുന്നു. അതൊക്കെ ഒരു കാലായിരുന്നു പൊതുവാളെ. അന്ന് തെക്കരിയിൽ സദ്യയില്ലാത്ത ദിവസങ്ങളെ ഉണ്ടായിരുന്നില്ല. ഓ, അന്നില്ലത്ത് ദേഹണ്ണക്കാരെ തട്ടി തടയാണ്ട് നടക്കാൻ പറ്റും നമുക്ക്. അതൊക്കെ ഒരു കാലം. ഓ എന്തൊരു കാലമായിരുന്നു അത്. സർവത്ര ബഹളമായിരുന്നില്ലേ? ഓണമായാൽ പറയേ വേണ്ട. അടിയാളരുടെ കാഴ്ചക്കൊല. കെട്ടിത്തൂക്കാൻ പോലും സ്ഥലമില്ലായിരുന്നു. ചായ്പല് വരെ കെട്ടിത്തൂക്കിയിരുന്ന ഗതികേടാ. അതൊരു കാലമായിരുന്നേ. ഇനി അതൊക്കെ പറഞ്ഞിട്ട് വല്ല കാര്യണ്ട തിരുമേനിയെ? കാലം മാറിയില്ലേ? ശ്രീദേവി അകത്ത് പോയി ഒരു കോടി എടുത്തോണ്ട് വരിക. ദക്ഷിണയും എടുത്തോളൂ. നിന്റെ കൊല നന്നായിടാ. തുടമുണ്ട്. കാശ് വയ്ക്കാൻ പറ്റിയ കൊല തന്നെ. അവൻ കർഷകനല്ലേ, മണ്ണിലല്ല അവന്റെ പണി. ഒന്നും അവൻ മറന്നിട്ടില്ല. ഒന്നും അങ്ങോട്ട് മറക്കാൻ പറ്റില്ല. ഇങ്ങോട്ട് വരിക. അമ്പ്രാ, ഓണായിട്ട് കുട്ടികളും മരുമക്കളൊക്കെ വീട്ടിലുണ്ട്. ഇപ്പൊ മേടിച്ച സ്ഥലത്ത് കൃഷി ചെയ്ത വിഭവങ്ങളായത്. ഓണായിട്ട് ഇതിനൊന്ന് കണ്ടിട്ട് പോകാൻ. നന്നായി. ഒന്നും മറന്നില്ലല്ലോ നീ. ഇതെങ്ങ് സ്വീകരിക്കുക. ശരി അമ്പ്രാ. യേശു, നമുക്ക് പോവാം. മക്കളെ, നമുക്കിറങ്ങാം. അപ്പൊ ഞങ്ങൾ ഇറങ്ങുന്നു. അപ്പൊ കൊല കൊല ഞാൻ കൊണ്ടുപോകുന്നു. അപ്പൊ കാഴ്ചക്കൊല നീ തമ്പുരാൻ കൊണ്ടല്ലേ? കാഴ്ചക്കൊലയോ? ഇത് എന്റെ മണ്ണിൽ പണിയെടുത്തുണ്ടാക്കിയതാ. എന്റെ ഉണ്ണികൾ കഴിക്കേണ്ടതാ. തമ്പുരാനോ? ഏത് തമ്പുരാൻ? അപ്പൊ നീ മനഃപൂർവ്വം തമ്പുരാനെ അപമാനിക്കാൻ ഇറങ്ങിയതാണല്ലേ? നന്ദിയില്ലാത്ത വർഗം. അതങ്ങനെ വെക്കുക. ആ ചെലം തരാ, അങ്ങനെ വെക്കുക. ഇല വെക്കാനല്ലേ പറഞ്ഞേ? കൊല വെക്കുക. അതങ്ങോട്ട് വെക്കടാ, പോങ്ങ. ആ കുറ്റാണ്ടി ഇങ്ങോട്ട് കഴിയാ. ആ നശൂരാണ് മാറ്റി വെക്കുക. മാറിക്കോ, മാറിക്ക്, മാറി ചവിട്ടി കൂട്ടിക്ക്, മാറിക്ക്.
വേഗം വേഗം മാട്ടി കൊണ്ടുപോകും. വന്നോ? എവിടെയായിരുന്നോ? മുന്നിൽ മാറിക്കുക. എന്റെ കിടാത്തേനെ ഞാനൊന്ന് കാണട്ടെ. ഇങ്ങോട്ട് മാറുക. മാറട കുറവാ. എന്റെ കിടാത്തേനെ ഞാൻ ആദ്യമായിട്ട് കാണാനല്ലോ. നോമൻ അങ്ങോട്ട് ബോധിച്ചിരിക്കണോ? സദ്യവട്ടങ്ങളില് തമ്പുരാട്ടിയുടെ സ്ഥാന പുളിഞ്ചിക്ക് കളറ് കറപ്പാണെങ്കിലും നോമൻ അങ്ങോട്ട് ബോധിച്ചു. ഇലമ്പുളിയുടെ കളറ് കറപ്പാണെങ്കിലും മധുരം ഉണ്ടാവല്ലോ. എന്തേ മധുരം ഉണ്ടാവണല്ലോ. എന്താ അമിഷ? ഇപ്പൊ നല്ല പരിവ. അതങ്ങോട്ട് വെച്ച എന്നിട്ട് അതാ ഇല്ലത്തേക്ക് അങ്ങോട്ട് കൊടുത്തയക്കുക. ഉണ്ണികള് കഴിക്കട്ടെ. വരിക. നാടുവാണിത് തമ്പുരാക്കന്മാർ. ശകലം കൈയിറക്കി വെച്ച തമ്പുരാക്കന്മാർ. അടിയാനല്ല ഉടയാനുള്ളതാണ് സർവം. അങ്ങനെയായിരുന്നില്ല ഞങ്ങളെ പഠിപ്പിച്ചിരുന്നത്. ഞങ്ങളുടെ അധ്യയനം, ഞങ്ങളുടെ സ്വാതന്ത്ര്യം, ഞങ്ങളുടെ സന്തോഷം, ഞങ്ങളുടെ ചിരി, ഞങ്ങളുടെ സ്വപ്നങ്ങൾ, എന്തിന് ഞങ്ങളുടെ പുറയിലെ പെണ്ണുങ്ങൾ പോലും നിങ്ങൾക്കുള്ളതായിരുന്നില്ലേ? അടിയാനുള്ളതെല്ലാം ഉടയാനുള്ളതായിരുന്നില്ലേ? പശുവിനെ വളർത്തുന്നത് പുലയ ചെറുക്കൻ. പാലും വെണ്ണയും തൈരും മോരും എല്ലാം തമ്പുരാന്. തെങ്ങും തൈ നട്ടു വളർത്തുന്നത് അടിയാൻ. കരിക്കും തേങ്ങയും എല്ലാം ജമ്മിക്ക്. വയലിൽ വിളവൊരുക്കുന്നത് ചെറുകൻ. നിറയുന്നത് ജമ്മിയുടെ പത്തായം. കുഞ്ഞുനാൾ മുതൽ ഓനെന്നോട് ചോദിക്കാറ്, ഈ ചൂരില്ലാത്ത ചെറുമൻ എന്ന പേര് അച്ഛൻ ആരായിട്ടെന്ന്. എന്റെ പേര് ഞാൻ തന്നെ കേട്ടാൽ എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നണം. അതായിരുന്നു മക്കളെ തമ്പ്രാക്കന്മാരുടെ കൽപ്പന. അതെന്റെ അച്ഛൻ ലംഘിച്ചതിനാ മോനെ. പാടത്ത് ഉഴുതുമറയ്ക്കുന്ന കളപ്പയുടെ മുഖത്തിന് കാളയ്ക്ക് പകരം എന്റെ അച്ഛനെ കെട്ടിവരിച്ചത് 1.5 വയസ്സുള്ള എന്നെ മരത്തിൽ തലകീഴെ കെട്ടിത്തൂക്കി ചോട്ടവാറിൽ അടിച്ചു. പാടില്ല, കരയാൻ പാടില്ല. കരഞ്ഞാൽ അടിയുടെ എണ്ണം കൂടിക്കൊണ്ടേയിരിക്കും. അടിയാൻ കരയാൻ പാടില്ല. അടിയന്റെ കണ്ണുനീര് ഈ ഭൂമിയിൽ പോലും വിടാൻ പാടില്ല മോനെ. അന്ന് ഒളിപ്പിച്ചു വെച്ച കണ്ണുനീരാ 1.5 വയസ്സിൽ ഒളിപ്പിച്ചു വെച്ചതാ മോനെ. എന്റെ ഈ കണ്ണുനീര് എനിക്ക് കരയണം മക്കളെ, കരയണം. എനിക്ക് കരയണം മക്കളെ. കരയും മോനെ, കരയും. എനിക്ക് കരയണം. ഈ മണ്ണിൽ എനിക്ക് കരയണം മക്കളെ. ഈ മണ്ണിൽ എനിക്ക് കരയണം. എനിക്ക് കരയണം. എനിക്ക് കരയണം. ഈ മണ്ണിൽ എനിക്ക് കരയണം. എന്റെ ഈ കണ്ണുനീര് കത്തിച്ചാ